നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം ശക്തമാകുന്നു. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന ആവശ്യം. മരിച്ച NM വിജയൻ KPCCക്ക് നൽകിയ കത്ത് പുറത്ത്. ജോലി വാഗ്ദാനം ചെയ്ത് പിരിച്ച പണം IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു എന്ന് കത്തിൽ. വിദേശ ടൂർ പാക്കേജിന്റെ മറവിലും ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം. ചതിവല ഒരുക്കുന്നത് ടൂറിനായി പണം വാങ്ങിയ ശേഷം വിസ റിജക്റ്റായെന്ന് പറഞ്ഞ് ന്യൂസ് 18നോട് ദുരനുഭവം പങ്കുവച്ച് തലസ്ഥാനത്തെ യുവ സംരംഭക. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന്റെ പേരിൽ കോൺഗ്രസ് BJP പോര്. അന്ത്യവിശ്രമ സ്ഥലത്ത് സ്മാരകം നിർമ്മിക്കാൻ തടസ്സം BJP ആണെന്ന് കോൺഗ്രസ്. പ്രതിബന്ധം UPA സർക്കാർ എടുത്ത തീരുമാനമെന്ന് BJP. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങും. ഔദ്യോഗിക യാത്രയയപ്പ് നൽകാതെ സർക്കാർ. ബീഹാർ ഗവർണറായി വ്യാഴാഴ്ച ചുമതലയേൽക്കും. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ ബന്ധുക്കൾ സർക്കാരിനെതിരെ. 1 വർഷമായിട്ടും ഫോറൻസിക് പരിശോധനാ ഫലം പോലും നൽകിയില്ല. ഡോക്ടർമാരെ രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പരാതി. ക്രിസ്മസ് ശബരിമല സീസണുകളുടെ ബലത്തിൽ KSRTC ലാഭത്തിലേക്ക് ഓടിക്കയറുന്നു. ഈ മാസം 18 കോടിയുടെ ലാഭം. ഏറ്റവും അധികം പ്രവർത്തന ലാഭം നേടിയത് കഴിഞ്ഞ തിങ്കളാഴ്ച. ബോക്സിംഗ് ഡേ ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 369 പുറത്ത്. ഓസീസിന് 105 റൺസ് ലീഡ്. 2-ാം ഇന്നിംഗ്സിൽ 2 ഓസ്ട്രേലിയൻ വിക്കറ്റ് വീണു. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുകയാണ്. ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാണ് CPMന്റെ ആവശ്യം. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ വിവാദം കത്തുകയാണ്. അടിമുടി ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് DCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വിജയനെയും മകനെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതശരീരങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദങ്ങൾ വരുന്നത്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു വിജയൻ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് വ്യക്തിപരമായി വരുത്തിവെച്ച കടങ്ങളായിരുന്നില്ല, മറിച്ച് നേരത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും തള്ളിവിട്ടത് എന്ന വിവരങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ വിജയൻ കൺവീനറായി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബാങ്ക് ഭരിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചില നിയമനങ്ങൾ, ചില തസ്തികകൾ ബാങ്കിൽ സൃഷ്ടിക്കാനായി ധാരണയായിരുന്നു. ഇതിനുവേണ്ടി ചില ആളുകളിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ഭരണസമിതിയുടെ കാലാവധി, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി കഴിയുകയും മറ്റൊരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരികയും ചെയ്തു. കോൺഗ്രസിന് ആ ബാങ്കിന്മേലുള്ള നിയന്ത്രണം നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ജോലി ഉറപ്പ് കൊടുത്തിരുന്ന ആളുകൾക്ക് ജോലി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉടലെടുക്കുകയായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഈ മറ്റ് ബാങ്കുകളിലൊക്കെ നിയമനം നൽകാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊന്നും പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. 2019 ഈ ജോലിക്കായി പണം നൽകിയ ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവും ഒപ്പം ഈ വിജയനും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിന്റെ രേഖകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അത് നേരത്തെ തന്നെ വയനാട്ടിൽ വലിയ വിവാദമായതാണ്. അതിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിരിക്കുന്നു,
30 ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഈ സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ സമീപപ്രദേശമുള്ള 2 സഹകരണ ബാങ്കുകളിലോ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് നിയമനം നൽകാം എന്ന് ആ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ ഐ ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർ അറിഞ്ഞിട്ടാണ് ഇത്തരം ഒരു ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുള്ള രീതിയിലാണ് ഈ ഇടപാടുകൾ എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലൊരു കരാർ ഉണ്ടായിരുന്നത്. ആ കരാറിന്റെ രേഖകളാണ് ഇന്നലെ പുറത്തു വന്നത്. നേരത്തെ മുതൽ തന്നെ ഈ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ അതാണ് അനീഷ്, അവിടെ ഒരു വ്യക്തത വേണ്ടത്. ഈ ഇത്തരത്തിലൊരു ബോണ്ട് ഉണ്ടാക്കിയത് ഈ IC ബാലകൃഷ്ണൻ MLA അറിഞ്ഞിട്ടാണ് എന്നതും IC ബാലകൃഷ്ണൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? IC ബാലകൃഷ്ണൻ MLA ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണോ ഇത് ചെയ്തത്? ആ രീതിയിൽ ഒരു കത്തയച്ചു, ഇത്രയും നമ്മൾ പൈസ കൊടുത്ത ആളുകൾ അവർക്ക് നിയമനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ IC ബാലകൃഷ്ണൻ MLAക്ക് കത്തയച്ചു എന്ന രീതിയിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പം ഏറ്റവും അധികം വ്യക്തത അറിയാമായിരുന്നത് വിജയനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ IC ബാലകൃഷ്ണൻ പൂർണ്ണമായും ഈ കാര്യം നിഷേധിക്കുന്നു. കാരണം ഒരാളും മറ്റൊരാളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ തന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ താൻ അതറിയണമായിരുന്നു. അല്ലെങ്കിൽ ഇത്തരമൊരു തന്റെ പേര് കൂടി ഉൾപ്പെടുത്തി ഇത്തരമൊരു കരാർ ഉണ്ടാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നോട് വിജയൻ ഇക്കാര്യം പറയണമായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യാജ കത്ത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തെ ഇപ്പോഴും പരിഗണിക്കുന്നത്. ഒപ്പം ഈ കത്തുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും, സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നേരത്തെയും ഈ കത്ത് വിവാദമായതാണ്, അല്ലെങ്കിൽ നേരത്തെയും ഈ കത്ത് എന്ന രൂപത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നതാണ്, ഈ കരാർ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അന്ന് KPCC നേതൃത്വം ഇതേക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കുകയും ഈ കത്ത് വ്യാജമാണ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും വസ്തുതയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്ത് തള്ളിക്കളഞ്ഞ കാര്യമാണ്. അത് വീണ്ടും ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് തന്റെ രാഷ്ട്രീയ ഭാവിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്കറിയാം ചില പ്രശ്നങ്ങൾ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ട്. കാരണം ഈ വിജയൻ വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്. വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയുടെ അമരത്ത് ഏറെ നാളുകളായി ഉള്ള ഒരു ആൾ കൂടിയാണ്. അദ്ദേഹം ട്രഷററായിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ വിശ്വസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലാണ് അറിയപ്പെട്ടതും. പ്രത്യേകിച്ചും സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം ചിലവഴിച്ചാണ്. വളരെ മികച്ച ഒരു സഹകാരി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരിൽ നിന്നും വാങ്ങിയ അല്ലെങ്കിൽ ഈ ജോലി നൽകണമെന്ന് പറഞ്ഞ് പാർട്ടിക്കായി ആണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. അങ്ങനെ വാങ്ങിയ പണം നൽകാതെ വന്നപ്പോൾ ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കുറച്ച് പണം ഇദ്ദേഹം തന്നെ കുറച്ചു പേർക്ക് നൽകി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. വീണ്ടും പണം ആവശ്യം വരുന്ന ഒരു സാഹചര്യം എത്തുന്നു. വീട് വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും അദ്ദേഹം ആലോചിക്കുന്നു. പക്ഷെ അത് നടക്കാതെ വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം മരണം എന്ന വഴി തെരഞ്ഞെടുത്തതാവാം എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും CPM അടക്കം വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്ന് ആവശ്യപ്പെടുന്നു. വളരെ വലിയ അതാണ് അനീഷ്, ഈ വിജയന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ ആത്മഹത്യാ കുറിപ്പ് അതെവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അന്വേഷണം പോലീസ് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നീക്കി എന്ന രീതിയിലുള്ള ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് വിജയന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ഈ CPM ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസിന്റെ പക്കൽ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ്. മറ്റ് കാരണങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നും പറയുന്നു. പക്ഷേ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും, കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തും. അതുകൊണ്ട് ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ അന്വേഷണം നീളും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അക്കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ അന്വേഷണം നീങ്ങും. കാരണം CPM അടക്കമുള്ള ഈ ഭരണകക്ഷി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വളരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വരും ദിനങ്ങളിൽ വയനാട് രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചുലയ്ക്കുന്ന വലിയ ഒരു അന്വേഷണമായി ഇത് മാറുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ, അതായത് 2019 മുതൽ തന്നെ വയനാട്ടിലെ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിരുന്നതാണ് ഈ കോഴ ആരോപണം. ഈ കോഴ
ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ, ഒത്തുതീർപ്പ് ചർച്ചകൾ ഒക്കെ വയനാട്ടിൽ നടക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തരമൊരു ദാരുണമായ അന്ത്യത്തിലേക്കാണ് ഈ വിവാദം മാറി എന്നുള്ളത് ഏറെ ഖേദകരമാണ്. എന്തായാലും ഈ സംബന്ധിച്ച വളരെ ശക്തമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അതാണ് CPM ഇത്തരത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ല അനീഷ്. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണമൊക്കെ വന്നിരുന്നു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. തീർച്ചയായും ഇന്നലെ നമ്മൾ ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വയനാട്ടിൽ നിന്നുള്ള MLA ആയ T സിദ്ദിഖ് ഇന്നലെ കോഴിക്കോട് എത്തിയിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോൾ വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങളാവാം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്, അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് T സിദ്ദിഖ് പറഞ്ഞത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഘടനാ തലത്തിലോ പുറത്ത് വ്യക്തിപരമായ ഉള്ളതായി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ എന്ന് താനടക്കമുള്ളവരോട് പറഞ്ഞിരുന്നില്ല. പലപ്പോഴും പലരും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കിയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നടന്നത്. അതുകൊണ്ട് അത്തരം വ്യക്തിപരമായ കാര്യങ്ങളാവും ഈ മരണം തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് T സിദ്ദിഖ് പറയുന്നത്. ഒപ്പം ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യവും ഇല്ല, അത്തരം ഒരു കാര്യത്തെക്കുറിച്ചും പാർട്ടിയുടെ ഒരു തലത്തിലും അന്വേഷണം നടക്കുക അല്ലെങ്കിൽ പാർട്ടിക്ക് അറിവുള്ള കാര്യം അറിയില്ല, അങ്ങനെ ഒരു കാര്യവും ഈ മരണത്തിന് പിന്നിൽ ഉണ്ടാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പിന്നീട് പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് സമഗ്രമായ അന്വേഷണം തന്നെ നടക്കട്ടെ, തെറ്റുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ, അതിൽ കോൺഗ്രസിന് യാതൊരു പ്രശ്നമില്ല, ഈ KPCC നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുമാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. എന്തായാലും മറുവശത്ത് CPM വളരെ ശക്തമായ ആക്ഷേപവുമായി ആരോപണവുമായി മുന്നോട്ടെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഈ കോഴ ഇടപാടുകൾ നടന്നോ അല്ലെങ്കിൽ എന്താണ് വിജയന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നതിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയും. പിണറായി വിജയൻ സർക്കാരുമായി തുടർച്ചയായി ഉണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ഔദ്യോഗിക യാത്രയയപ്പിന് പോലും അവസരം ലഭിക്കാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. ഉച്ചയോടെ കൊച്ചിയിലെത്തിയ ശേഷം വൈകുന്നേരമാകും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടുക. 2-ാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും. ഊർജം മുതൽ വ്യോമയാനം വരെ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് 2019 സെപ്റ്റംബർ 6 സംസ്ഥാനത്തിൻ്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ റിട്ടയർഡ് ജസ്റ്റിസ് P സദാശിവവുമായി 1ാം പിണറായി സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ അത് സമാനതകളില്ലാത്ത നേർക്കുനേർ ഏറ്റുമുട്ടലായി. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിൽ നിർത്തി തുടർച്ചയായ പ്രസ്താവനകൾ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, SFIയുമായി തെരുവിൽ ഏറ്റുമുട്ടിയ നാടകീയ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇടത് സംഘടനകളുടെ ഗവർണർ ഗോബാക്ക് വിളികൾക്ക് നടുവിൽ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാർ ഉദ്ഘാടനം. പിന്നാലെ നീരസം വ്യക്തമാക്കി രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിൻ്റെ ചൂടാറും മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ബീഹാർ ഗവർണറായുള്ള മാറ്റം. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി സംസ്ഥാനത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബുധനാഴ്ച തലസ്ഥാനത്തെത്തും. 2-ാം തീയതിയാണ് രാജ്ഭവനിൽ അദ്ദേഹം ചുമതലയേൽക്കുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന ഇടത് സർക്കാരിൻ്റെ ആരോപണങ്ങൾക്കിടയിലാണ് ആകാംക്ഷ ഉണർത്തി രാജേന്ദ്ര അർലേക്കറുടെ കടന്നുവരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, ഗുഡ് മോർണിംഗ്. നിരന്തരമായ പോരിനൊടുവിൽ സർക്കാരും ഗവർണറും തമ്മിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പോരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ ശേഷം നമ്മൾ കണ്ടത്. അത് പലയിടത്തും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ അവസാന ദിവസമാണ് കേരളത്തിൽ. ഔദ്യോഗിക യാത്രയയപ്പ് പോലും ലഭിക്കാതെയാണ് അദ്ദേഹം പോകുന്നത്. എന്താണ് സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മടക്കം? അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ഔദ്യോഗികമായ ഒരു ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലമുണ്ട്. മുൻ പ്രധാനമന്ത്രി കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ
നിര്യാണവുമായി ബന്ധപ്പെട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുന്നതുകൊണ്ട് മറ്റ് ചടങ്ങുകളൊന്നും ഔദ്യോഗികമായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അത് തന്നെയാണ് സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള യാത്രയപ്പുകളൊന്നും അദ്ദേഹത്തിന് ഔദ്യോഗികമായി നൽകാൻ കഴിയാതെ പോകുന്നതെന്നാണ് വിശദീകരണം. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 നടത്താനിരുന്ന യാത്രയപ്പ് ഉൾപ്പെടെയാണ് ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെടുക. കൊച്ചിയിൽ എത്തിയ ശേഷം വൈകുന്നേരം 3:30ക്കാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പോകാനുള്ള വിമാനം. പിന്നീട് അവിടെ തങ്ങിയതിനു ശേഷം 1-ാം തീയതി അവിടെ നിന്ന് പാട്നയിലേക്ക്, ബീഹാറിലെ പാട്നയിലേക്ക് എത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്രാ ക്രമീകരണങ്ങൾ. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹം ബീഹാർ ഗവർണറായി, 30ാമത് ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക. നമുക്കറിയാം, റിപ്പോർട്ടിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു, അദ്ദേഹവും സാക്ഷ്യം വഹിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു ഗവർണർക്ക് ഇത്രയധികം ഒരു സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടാൻ കഴിയും എന്ന് തെളിയിച്ചത് പോലും ആരിഫ് മുഹമ്മദ് ഖാനാണ്. സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ബില്ലുകളിൽ ഒപ്പുവെക്കാത്തതടക്കം അദ്ദേഹം എടുത്ത പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് വ്യക്തത കൈവരേണ്ടതുണ്ട്. പല കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞ് സർക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലുകളുണ്ട്. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങളുണ്ട്. SFIയുമായി തെരുവിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എങ്ങനെയാണോ പരസ്പരം വാക്പോര് നടത്തുന്നത്, സമാനമായ തരത്തിൽ ആക്രോശിച്ചുകൊണ്ട് SFI പ്രവർത്തകർക്കെതിരെ ഗവർണർ പാഞ്ഞെടുക്കുന്നു, ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നു. ഇതിന് രണ്ടിന്റെ നടുവിൽപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ നട്ടം തിരിയുന്നു. ഈ സാഹചര്യങ്ങൾ പലതവണ കേരളം നേരിൽ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ സർക്കാരുമായിട്ടുണ്ടായ പ്രതിസന്ധികൾക്ക് താൽക്കാലികമായ ഒരു പരിഹാരം, വെടിനിർത്തലൊക്കെ ഉണ്ടായി. പിന്നീടത് കേരള സർവകലാശാലയിലേക്ക് അദ്ദേഹം ഒരു സെമിനാർ ഉദ്ഘാടനത്തിനായി കടന്നു വരുമ്പോൾ വീണ്ടും ഗവർണർക്കെതിരായ പ്രതിഷേധം ഒരാഴ്ച മുമ്പ് ഉണ്ടാകുന്നു. പിന്നീട് ക്രിസ്മസ് വിരുന്നിൽ പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വിട്ടുനിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ തുടർച്ചയായി ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറുന്ന പശ്ചാത്തലമായിരുന്നു 2019 സെപ്റ്റംബർ 6-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി ചുമതലയേറ്റതിനു ശേഷം പിന്നീട് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിന് മറ്റൊരു തലത്തിലേക്ക് വരെ മാറുന്ന പശ്ചാത്തലമുണ്ടായി. ഈ അദ്ദേഹത്തിന് നിയമ മാറ്റം ലഭിച്ചതിനു ശേഷവും AK ബാലൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ പരിഹാസ രൂപേണയാണ് ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ. അതായത് അദ്ദേഹം പോയാലും അദ്ദേഹത്തോടുള്ള ഒരു നീരസം അത് കൃത്യമായി അവരുടെ വാക്കുകളിൽ പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇടതു നേതാക്കളുടെ എല്ലാം പ്രതികരണം ഗവർണർ ഇവിടെ നിന്ന് മാറുമ്പോൾ. എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 1-ാം തീയതി ഇവിടേക്ക് എത്തും. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക. രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, സമയം അതൊക്കെ തീരുമാനമാകുന്നതേയുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ 12 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഡാൻ, ഒരു കാര്യം കൂടി, ഇന്ന് അദ്ദേഹം പോകുമ്പോൾ നമുക്ക് 2-ാം തീയതിയെ പുതിയ ഗവർണർ വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞാണോ പോകുന്നത്, അല്ലെങ്കിൽ അതുവരെ അദ്ദേഹം തന്നെ ആയിരിക്കുമോ നമ്മുടെ ഗവർണർ? അതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ വെച്ച് 1-ാം തീയതി, അതായത് നിയമനമാണ് ലഭിച്ചിരിക്കുന്നത് ബീഹാർ ഗവർണറായി. ഔദ്യോഗികമായി 1-ാം തീയതി വരെ അദ്ദേഹത്തിന് ചുമതല ഉണ്ടാകാം. 1-ാം തീയതി വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ചുമതലകൾ. 1-ാം തീയതി അദ്ദേഹം ബീഹാറിലേക്ക് അല്ലെങ്കിൽ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പാട്നയിലെത്തുന്നു. അദ്ദേഹം 2-ാം തീയതി അവിടെ ചുമതല ഏറ്റെടുക്കുന്നു. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 1-ാം തീയതി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. 2-ാം തീയതി മാത്രമേ ചുമതല ഏറ്റെടുക്കുകയുള്ളൂ. അതുകൊണ്ട് 1-ാം തീയതി വരെ അദ്ദേഹം തന്നെയായിരിക്കാം, അങ്ങനെ തന്നെയായിരിക്കും അതിന്റെ വ്യവസ്ഥ. ശരി ഡാൻ, എന്തായാലും അർലേക്കർ കേരളത്തിലേക്ക് വരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ ദിവസമാണ് കേരളത്തിൽ എന്നുള്ളതാണ്. മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP പോര് കനക്കുകയാണ്. സംസ്കാരം നടന്നിടത്ത് സ്മാരകം പണിയാൻ കഴിയാത്തതിന് പിന്നിൽ BJP ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ UPA സർക്കാരിന്റെ കാലത്തെ തീരുമാനമാണ് കാരണമെന്നാണ് BJPയുടെ മറുപടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സംസ്കാരം നടക്കുന്നിടത്ത് സ്മാരകം വേണമെന്നായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മൃതദേഹം യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നും സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയിക്കുമെന്നും കേന്ദ്രം മറുപടി നൽകി. ഇതോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് BJPയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ ആരോപിച്ചു.
പഞ്ചാബിന്റെ പുത്രന് ഉചിതമായ സ്മാരകം പണിയണമെന്നും ബാജ്വ ആവശ്യപ്പെട്ടു. സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദൽ പറഞ്ഞിരുന്നു. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ അപമാനിച്ചു എന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം. പിന്നാലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രം തന്നെ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്നും സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്നായിരുന്നു UPA സർക്കാർ നിലപാടെന്നും കേന്ദ്രം തിരിച്ചടിച്ചു. സ്മാരകത്തിനായി സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രം വിശദമാക്കി. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം അനുവദിച്ചത് ആ ഉത്തരവ് മറികടന്നല്ലേ എന്നും കോൺഗ്രസ് മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതേ വികാരം മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലുണ്ടായില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. തിരുവല്ലയിലെ അടക്കം വിഭാഗീയത പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തിയെന്നും കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ ഉന്നയിച്ചു. റിപ്പോർട്ടിന്മേൽ ചർച്ച ഇന്നും തുടരും. ശശിനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇന്നും ചർച്ച തുടരുമെന്ന് അറിയുന്നു. ഇന്നലെ വലിയ വിമർശനമുണ്ടായി നേതൃത്വങ്ങൾക്കെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. എന്തായാലും CPM ജില്ലാ സമ്മേളനം ഇന്നും തുടരുകയാണ്. റിപ്പോർട്ടുമുള്ള ചർച്ചകൾ ഇന്നും തുടരുകയാണ്. ഇന്നലെ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം ഉന്നയിച്ച വിമർശനങ്ങൾ വലിയ രീതിയിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെ അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രധാനമായും നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ചില നേതാക്കൾ അനാവശ്യ വിവാദങ്ങൾ നടത്തിയതും പ്രതികരണങ്ങൾ നടത്തിയതുമൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് പ്രതികൾ ഉന്നയിച്ചു. ഒപ്പം ഈ വിവാദങ്ങൾ PP ദിവ്യയെ വലതുപക്ഷ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇടയാക്കി. സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ ഇടപാട് ശരിയായിരുന്നുവെങ്കിലും കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള തിരുവല്ലയിലെയും കൊടുങ്ങല്ലൂരിലെ വിഭാഗീയതയാണ്. ഈ വിഭാഗീയത പരിഹരിക്കുന്നതിന് ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയാണ് ലോക്കൽ സമ്മേളനം നടത്താനും ഏരിയ സമ്മേളനം അടക്കം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ കാര്യങ്ങൾ ഇത്തരമുള്ള വിമർശനങ്ങൾ പ്രതികൾ ഉന്നയിച്ചു. ഒപ്പം VPക്കെതിരെയും CP ജയരാജനെതിരെയും വിമർശനം ഉന്നയിക്കുന്നു. ജാവദേക്കറെ കണ്ടതല്ല മറിച്ച് നന്ദകുമാറുമായി EPക്കുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പ്രതികൾ ചോദിക്കുന്നു. ജില്ലയിലെ വിവാദത പരിഹരിക്കുന്ന അപ്പുറം ജില്ലയിലെ നേതാക്കൾക്ക് പണത്തോടുള്ള ആർത്തി വർദ്ധിക്കുന്നതായും പ്രതികൾ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം പരാതികൾ സംസ്ഥാന നേതൃത്വത്തിൽ ജില്ലയിൽ നിന്നും മേൽവിലാസമില്ലാത്ത കൃത്യമായ മറുപടി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു മേൽവിലാസമില്ലാത്ത പരാതികൾ, നിരവധി പരാതികൾ ജില്ലയിലെ നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം ലഭിച്ചിട്ടുണ്ടെന്നും ഇന്നലെ പറയുകയുണ്ട്. അത്തരത്തിൽ വിമർശനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രതികൾ ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് അത് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് അനാവശ്യ പ്രതികരണങ്ങൾ മലയാളപ്പുഴയിലുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ വരുന്നു. ഇന്നും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടരും. ഇനി പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒക്കെ നേതാക്കൾക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നത്, വിമർശനങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നാളെ വൈകിട്ടാണ് സമ്മേളനം സംഭവിക്കുക. നാളെ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അശ്വതി. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുടുംബം. വെള്ളിയാഴ്ച ശിക്ഷാവിധി വന്നതിന് ശേഷമാകും അപ്പീൽ പോവുക. നിയമവിദഗ്ധരുമായി കുടുംബം കൂടിയാലോചന നടത്തി. KV ബൈജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു. ഇന്നലെ വന്നപ്പോൾ 10 പ്രതികളെ വെറുതെ വിട്ടു എന്നതിൽ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്. അവരുടെ പ്രതികരണത്തിലും അതുണ്ടായിരുന്നു. ഏത് രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് അവരുടെ ആലോചന? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നീണ്ട 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം കോടതി കണ്ടെത്തിയത്. ഈ കുറ്റക്കാരാണ് എന്ന തരത്തിലുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിയമ പോരാട്ടം ഇനിയും തുടരും എന്ന കാര്യമാണ്. പ്രധാനമായും ഈ 10 പ്രതികളെ ഇതിൽ പ്രതികരിക്കപ്പെട്ട 10 പ്രതികളെ വെറുതെ വിട്ട നടപടി, അതാണ് കുടുംബത്തെ ഇന്നലെ വളരെ വൈകാരികമായ തരത്തിൽ പ്രതികരിക്കാൻ ഇടയാക്കിയത്. പ്രധാനമായും ഈ അച്ഛനും അമ്മയും അവരാണ് ഈ പ്രധാനമായും ഈ കാര്യത്തിൽ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ
ഈ വിധി വന്നതിന് ശേഷമായിരിക്കും ഈ അപ്പീൽ നടപടികൾ ഏത് രീതിയിൽ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക. ഏതായാലും ഈ CBI അന്വേഷണം അതിനുശേഷം പ്രതി ചേർത്ത 3 CPM നേതാക്കളും കുറ്റക്കാരാണെന്നാണ് ഇന്നലെ ഈ കോടതി കണ്ടെത്തിയത്. അതായത് മുൻ MLA KB കുഞ്ഞിരാമൻ, മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, പ്രാദേശിക നേതാവ് KB ഭാസ്കരൻ എന്നിവരെയാണ് CBI പ്രതി ചേർത്തത്. ഈ CBI പ്രതി ചേർത്ത 10 പേരിൽ 4 പേരെയാണ് കുറ്റക്കാരാണെന്ന് കൊച്ചി CBI കണ്ടെത്തിയത്. എന്നാലും അതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നാവശ്യപ്പെട്ടായിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. അത് പക്ഷെ സംസ്ഥാന സർക്കാർ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ CBI അന്വേഷണത്തിൽ ഇത്തരത്തിൽ 3 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഈ കുടുംബം പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ വന്നത്. പക്ഷെ അതിൽ മറ്റു പ്രതികളെ കൂടി വെറുതെ വിട്ട നടപടിയാണ്. അതാണ് ഈ കുടുംബം ഇപ്പോൾ ഏറ്റവും കൂടുതലായി എടുത്തു പറയുന്നത്. എന്തായാലും ഇവർ ഇന്നലെ കൊച്ചിയിലായിരുന്നു. ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കുടുംബം. ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലെ ഈ അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു ഈ പെരിയ സ്മൃതി മണ്ഡപത്തിൽ ഒക്കെ ഉണ്ടായത്. ഈ അമ്മമാർ അവിടെ എത്തി പൊട്ടിക്കരയുന്ന രംഗമായിരുന്നു. സ്മൃതി മണ്ഡപത്തിലെത്തി അത്തരത്തിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ ഈ വിധി പറയുന്നത് കേൾക്കാൻ പെരിയ കല്ലോട്ടെത്തിയിരുന്നു. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ടായിരുന്നു. കരഞ്ഞു തളർന്ന് അവിടെ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവർ ഈ കാര്യം പറഞ്ഞത്. ഈ 10 പേരെ വെറുതെ വിട്ടത് അതിൽ തങ്ങൾക്ക് വലിയ നിരാശയുണ്ടെന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു നിയമ പോരാട്ടം പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത് അപ്പീൽ മുന്നോട്ട് പോകും എന്ന കാര്യം അവരും ഒരു സൂചന നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ നിയമ പോരാട്ടം ഇനിയും തുടരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് ബൈജു, CPM ഈ വിധി വന്നത് ശേഷം പറഞ്ഞത് ചില നിരപരാധികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അവരും നിയമ പോരാട്ടം നടത്തുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്ത CPM-ന് ഇപ്പോൾ പാർട്ടി ഒരു പരിങ്ങലിലേക്ക് നീങ്ങുകയല്ലേ, പ്രത്യേകിച്ച് വലിയ നേതാക്കളടക്കം ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ? തീർച്ചയായും ഇന്നലെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ ഈ സൂചന, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള സൂചന അത് തന്നെയാണ്. KB കുഞ്ഞിരാമനെയും അതുപോലെ തന്നെ മണികണ്ഠനെയും ഈ വിധിയിൽ നിന്നും ഈ കേസിൽ നിന്നും ഒഴിവാക്കും എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ. പക്ഷെ അതിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്നലെ ഈ KB കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ രാഘവൻ വെളുത്തോളി, അതുപോലെ തന്നെ മണികണ്ഠൻ, ഈ 3 പേരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആ നടപടി. ഇതിൽ 2ാം പ്രതിയായ സജി ജോർജിനെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നതാണ് ഈ 3 പേർക്കെതിരെയായ കുറ്റം. അപ്പോൾ ഇപ്പോഴും CPM പറയുന്നത് ഇവർക്കെതിരെ എന്ത് വകുപ്പ് ചുമത്തും അത് അറിഞ്ഞതിന് ശേഷം നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. എല്ലാ പ്രതികൾക്കും ഒരേ വകുപ്പ് ചുമത്തില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും ഈ 3-ാം തീയതി അത് നിർണായകമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം എന്താണ് ഈ ഉന്നത ബന്ധം എന്നായിരുന്നു പ്രധാനമായും നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നത്. ആ ഉന്നതമായ ബന്ധമുള്ള ഈ പറഞ്ഞ നേതാക്കൾക്ക് എതിരെ എന്ത് കുറ്റം ചുമത്തും, അവർക്ക് എത്ര വർഷത്തെ ശിക്ഷ ലഭിക്കും, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് CPM-ഉം നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് CPM-ഉം. കുടുംബവും അപ്പീൽ നൽകുന്നതിനോടൊപ്പം CPM നിയമ പോരാട്ടത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനയും. അശ്വതി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. വിദേശ ടൂർ പാക്കേജിന്റെ മറവിലും സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സജീവം. യൂറോപ്യൻ പര്യടനത്തിന്റെ പേരിൽ സഞ്ചാരികളിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷമാണ് വിസ റിജക്റ്റായി എന്ന പേരിൽ പണം തട്ടുന്നത്. തട്ടിപ്പിനിരയായ തലസ്ഥാനത്തെ യുവ സംരംഭക നിങ്ങളോട് ദുരനുഭവം പങ്കുവച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. യൂറോപ്പ് ട്രിപ്പിന് നല്ലൊരു ഇൻട്രസ്റ്റിന്റെ പുറത്താണ് പോകാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മൾ അനൂപ് മേനോൻ ആഡ് ചെയ്ത സിട്രസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് തൃശ്ശൂർ ബേസ് ചെയ്തുള്ള കമ്പനി. അനൂപ് മേനോന്റെ ആഡൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അതിനകത്ത് എൻക്വയറി ഇട്ടത്.
അപ്പോൾ അവർ അതിൻ്റെ റിവ്യൂ തന്നു. റിവ്യൂവിൻ്റെ ഐറ്റിനറിയും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തന്നു. കേട്ടപ്പം ഞാൻ പിന്നെ ഓരോ ഡേയ്സിലും അതിൻ്റെ എന്താ പറയുക ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഡേയ്സിലും നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെ കുറേ ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് മേളത്തെ ഫസ്റ്റ് റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ 4.something റേറ്റിംഗും ഒക്കെ കണ്ടു. അപ്പം ഓക്കെ എന്നുള്ള ഇതിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. 10 ദിവസത്തേക്കുള്ള ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പോണതിന് 24th നൈറ്റാണ് എനിക്ക് പിന്നെ പോകേണ്ടത്. ലാസ്റ്റ് ഡിസംബർ 22nd മോർണിംഗ് ആയപ്പം എനിക്ക് വിസയുടെ ഒന്നും ഇവർ അയച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ 22nd 3 ദിവസം കൊണ്ട് വിളിക്കുന്നു, എപ്പോഴെന്താണ് ബാക്കി ഡീറ്റെയിൽസ് അന്നേരമൊന്നും പറയുന്നില്ല. വിളിക്കാം എന്ന് പറയുന്നേ ഉള്ളൂ. 22nd ആയപ്പോൾ ഇവർ മോർണിംഗ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മാഡം വിസ റിജക്ട് ചെയ്തു, പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ യുവ സംരംഭക കൂടിയായ ജീന ജോൺ വ്യാപാര ആവശ്യങ്ങൾക്കും സ്വകാര്യ സന്ദർശനങ്ങൾക്കുമായി ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്താറുണ്ട്. ആകർഷകമായ ഓഫർ വാഗ്ദാനം ചെയ്യുന്ന പ്രശസ്ത ചലച്ചിത്ര താരങ്ങളുടെ പരസ്യം കണ്ടാണ് 10 ദിവസം നീളുന്ന യൂറോപ്യൻ പര്യടനത്തിന് തൃശൂർ ആസ്ഥാനമായ ടൂർ കമ്പനിയുമായി ബന്ധപ്പെട്ടത്. പറഞ്ഞ തുകയടച്ചു, തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയാക്കി. പക്ഷേ പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ വിസ രജിസ്ട്രേഷനകത്ത് ഇവർ കൊടുക്കുന്ന ബില്ലുകളെല്ലാം ഡമ്മി, ഹോട്ടൽ ബുക്കിങ്ങുകളൊക്കെ ഡമ്മിയാണ്. അതിൻ്റെ ടിക്കറ്റും ഹോട്ടലിൻ്റെയും ഒക്കെ പലതും ഡമ്മി ടിക്കറ്റ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇത് ബുക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ ഇതാക്കുന്നത്. അത് കൊടുക്കുന്നതുകൊണ്ടാണ് കുറേ റിജക്ഷൻ ചാൻസ് ഉള്ളതെന്നും പറയപ്പെടുന്നു. ഈ 20,000 എന്നുള്ള പേരിലും പല പേരിലും 20,000 കൊറോണയുടെ പേരിൽ പേയ്മെൻറ്റ് മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക. 20,000 എന്ന പേര് ഒരു ഫാമിലിയുടെ ഫുള്ളായിട്ട്, ഒരു ഫാമിലി ഇപ്പോൾ 4 പേരും ഉണ്ടായി 4 പേരെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ 20,000 വെച്ച് 4 പേരുടെ അങ്ങനെ ഒരുപാട് പേരുടെ പേയ്മെന്റ്സ് ഇവർ ഇതിനകത്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പിന്റെ തുക 20,000 ആ 20,000 വെച്ച് 100 പേരുടെ അവർക്ക് കിട്ടിയ അതൊരു വൻ തുകയായിട്ട് മാറും. ടൂർ കമ്പനി കൈവശപ്പെടുത്തിയ നിശ്ചിത തുക പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരികെ നൽകാൻ തയ്യാറാകാഞ്ഞതോടെ ജീന പരാതിയുമായി രംഗത്തെത്തി. തുടർന്നാണ് നിരവധി പേർ സമാന തരത്തിൽ തട്ടിപ്പിനിരയായ കാര്യം ഇവർ തിരിച്ചറിയുന്നത്. ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള ടൂറുകൾക്ക് കൂടുതലും റിട്ടയർഡ് ലൈഫും ഒക്കെ ചെയ്യുന്നവരാണ് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കിത് എവിടെ പോയി പരാതി പറയണമെന്ന് ഒരു മെനക്കെടാൻ സമയമില്ല, ആരോഗ്യവുമില്ല, സമയമില്ല. ഇത് എവിടെ പോയാലും എങ്ങനെ ഇവർ എന്നിട്ട് തിരിച്ച് ആൾക്കാരെ കാണിക്കുന്നത് കുറെ ഡമ്മി ടിക്കറ്റിന്റെയും കുറെ ഡമ്മി ടിക്കറ്റ് ബുക്കിംഗ്, അത് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഇതെല്ലാം എടുത്ത് കാണിച്ച് എല്ലാവരും ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്താ ചെയ്യാനുള്ളത് ചെയ്തെന്ന് നമുക്ക് പറയാനറിയാം. നിയമ നടപടികൾ തുടങ്ങിയിട്ട് ഏറെ നാളായെങ്കിലും ഇതുവരെ ഫലമൊന്നും ഉണ്ടായില്ലെന്നും ഈ സംരംഭക പറയുന്നു. ഇടവേളകൾ ആഘോഷിക്കാൻ വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് ഒരു മുന്നറിയിപ്പാണ്. പണം കവരുന്ന ചതിവലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ആശ എന്ന യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ലഭ്യമായ ഫോറൻസിക് പരിശോധനാ ഫലം പോലും ആരോഗ്യവകുപ്പ് ബോധപൂർവം മറച്ചുവെക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. ആരോപണ വിധേയരായ ഡോക്ടർമാരെ രക്ഷിക്കാൻ സംഘടിത നീക്കം ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നതായി ആശയുടെ ഭർത്തൃപിതാവ് ശശി ന്യൂസ് 18നോട് പറഞ്ഞു. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ ഫാർമസിസ്റ്റായ ആശ മരിക്കുന്നത് കഴിഞ്ഞ ജനുവരി 19-നാണ്. അനസ്തേഷ്യയിലെ പിഴവ് മൂലമുണ്ടായ ഹൃദയ സംബന്ധമായ തകരാറാണ് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് അന്ന് കേസെടുത്തു. വർഷം 1 ആകുമ്പോൾ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടക്കാൻ പോലീസിനായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ആശയുടെ കുടുംബത്തിന് റിപ്പോർട്ട് ലഭ്യമായെന്ന വിവരം ലഭിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും കളക്ടറുടെ വീട്ടിൽ ഇരിക്കുക. അന്ന് സാമൂൽ സാർ അങ്ങോട്ടായിരുന്നു തോന്നുന്നു കളക്ടർ. നല്ല മനുഷ്യൻ. അദ്ദേഹം ഇരുന്നപ്പോൾ എൻ്റെ ഫോണിലോട്ട് അമ്പലപ്പുഴയിൽ നിന്നും നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് വാ, ഞങ്ങളിവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണം. നിങ്ങൾ എന്തോ കളക്ടറോട് സംസാരിച്ചുകൊണ്ടിരുന്ന സാറിനെ പറഞ്ഞാൽ മതി. അപ്പോൾ 2 പ്രാവശ്യം ഫോൺ വന്നപ്പോൾ കളക്ടർ സാർ ചോദിച്ചു, ആരാ വിളിക്കുന്നത്? നമ്മൾ സാറ് SI ആ വിളിക്കുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുമോ? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരോടാ അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്? ഇനി ഫോൺ തരികയാണെങ്കിൽ എന്നിലോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇദ്ദേഹം വിളിച്ചപ്പോഴത്തേക്കും ഞാൻ സാറ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണ്ട, അവിടുത്തുള്ള അവരുടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും എൻ്റെ സ്ഥലത്തുണ്ട്. ഞാൻ ഇവർ വന്നിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൽ
ഇവരുടെ സാന്നിധ്യത്തിൽ US നടത്തണമെന്ന് പുള്ളി ഒപ്പിട്ട പേപ്പറുകൾ ഞങ്ങളിലുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു. ആശ മരിക്കുമ്പോൾ ഇളയ കുഞ്ഞിന് 4-ഉം മൂത്ത കുട്ടിക്ക് 7 വയസ്സ് പ്രായം. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ദുഃഖം രേഖപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് സർക്കാർ ആ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക പോലും പണമില്ലെന്ന് പറഞ്ഞ് നൽകിയില്ല. ഈ ഫോറൻസിക്കിനകത്ത് ഉള്ളുകളി ഉണ്ട്, അല്ലെങ്കിൽ വെച്ച് താമസിപ്പിക്കുന്നത് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് DM ഓഫീസിൽ വന്നു. ആദ്യ അന്വേഷണം പറഞ്ഞ് DMO 45 നമ്മുടെ പഴയ DMO 45 ദിവസം ലീവാണെന്നും അതിന് പകരമുള്ള DMO ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം ഫോറൻസിക് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ ആലപ്പുഴ DMO 2 മാസമായി ഒളിച്ചു കളിക്കുകയാണ്. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ ഒരു പ്രശ്നവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. നീതി കിട്ടി. ആർക്ക് നീതി കിട്ടിയെന്ന് അറിയാമോ? എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അനസ്തേഷ്യ ചെയ്ത ഡോക്ടർക്കും ഓപ്പറേഷൻ ചെയ്ത കുട്ടപ്പൻ ഡോക്ടർ, അദ്ദേഹം ഇപ്പം പുന്നപ്പറയിലെ സഹകരണ ആശുപത്രി ഗൈനക്കാട്ട് വർക്ക് ചെയ്യുക. നീതി കിട്ടിയില്ലേ? എന്ത് ചെയ്തവരെ? എന്ത് ചെയ്തു? എനിക്കതാ ചോദിക്കുന്നു. ഇവരെ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് പറ. ആരോപണ വിധേയർ ഇവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രമോഷൻ ഇവിടെ നേരെ അങ്ങോട്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ മകൾ മരിച്ചു, ഞങ്ങളുടെ മകളെ കൊന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കോപ്പി വേണമല്ലോ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല, അത് കോടതി മുഖാന്തരമായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ പറഞ്ഞു. ആശയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ വേണം ഫോറൻസിക് പരിശോധനാ ഫലം വിലയിരുത്തേണ്ടതെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഈ സംഘത്തിൽ അദ്ദേഹത്തെ കാണുന്നില്ല, ദൈവത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേണം, അദ്ദേഹം സത്യസന്ധനാണ്, ആരുടെയും കൂടെ നിൽക്കുന്ന ആളുണ്ട്. ചെയ്തത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി തരും നമുക്ക് സത്യസന്ധത. അതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹത്തെ കൂടി ആ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉൾപ്പെടുത്തിയിട്ട് വേണം അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. അതായത് ഫോറൻസിക് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ സാന്നിധ്യം കൂടെ വേണമായിരുന്നു, പക്ഷെ അതില്ല. പഴവീട്ടിലെ വീട്ടിൽ അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും സംരക്ഷണയിൽ 2 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായ ശേഷം മകൾക്ക് നീതിക്കായി കോടതിയെ സമീപിക്കാൻ 1 വർഷമായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയുമുണ്ട്. നീതിക്കായി നിരന്തരം സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിരങ്ങി ഒടുവിൽ ജോലിക്കായി മടങ്ങിപ്പോയ ഭർത്താവുമുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പും പോലീസും സർക്കാരും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യയുടെ റിപ്പോർട്ടാണ് കണ്ടത്. എത്ര പരാതികൾ ഈ ആശുപത്രിക്കെതിരെ വന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി, അത് എത്രയോ കുടുംബങ്ങൾ, അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ അവരുടെ പരാതികളും ആശങ്കകളും ഒക്കെ നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. മറ്റൊരു അനാസ്ഥയുടെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. എറണാകുളം ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ മാസം 20-ന് ഭർത്താവ് ഷിബുവിനൊപ്പം ഇരുചക്ര വാഹനത്തിലാണ് ബിന്ദു ആശുപത്രിയിലെത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു എന്നതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 48-കാരി ബിന്ദുവിന് തൊട്ടടുത്ത ദിവസം തന്നെ സർജറിയും നടത്തി. എന്നാൽ പിറ്റേന്ന് മുതൽ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറോടും ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ആവശ്യമായ ഒരു പരിചരണവും നൽകിയില്ലെന്ന് ഭർത്താവ് ഷിബുവും മകൾ ഐശ്വര്യയും പറയുന്നു. ഡോക്ടറിനെ വിശ്വസിച്ചു, പക്ഷേ ഡോക്ടർ ചെയ്ത ഒരു കാര്യം ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി. അത് പരാതി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിലും ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ പോലീസിലും അതിയായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, മെഡിക്കൽ പ്രൊഫസർ സുനിൽ ഡോക്ടർ, അകത്ത് എന്താണ് സംഭവിച്ചാക്കണമെന്ന് ഞങ്ങൾ ഇത് ഒരു സർജറിയോടുകൂടി തുറന്നു നോക്കണം. പക്ഷേ BP ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര റിസ്ക്കാണിത്. പക്ഷേ ആ റിസ്ക്കിനെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി തയ്യാറായി സർജറി ചെയ്തവർ. സർജറി ചെയ്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു, അതായത് ഓപ്പറേഷൻ സമയത്തോ അങ്ങനെ. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരണമെന്നുണ്ടെങ്കിൽ മുറിവ് എന്തെങ്കിലും വരുമല്ലോ?
അതെങ്ങനെ സംഭവിച്ചു അത് ഞാൻ പറയൂല. മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പരാതിപ്പെടുന്നു. ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ലാതെയാണ് ശസ്ത്രക്രിയകളടക്കം ഇവിടെ നടത്തുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ശ്രേയസ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കേപ്പബിൾ ഫോർ ഹാൻഡ്ലിംഗ് എനി കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ ദിസ് ടൈപ്പ് ഓഫ് സർജറീസ്. രണ്ടും സർജറി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നുമില്ല, എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല അവിടെ. ഓക്കെ, അതിനുശേഷം 21ന് സർജറി കഴിഞ്ഞതിന് ശേഷം 22nd സംവാട്ട് ഓക്കെ ആയിരുന്നു. 22nd മിഡ് നൈറ്റിൽ ഷീ വാസ് സ്റ്റാർട്ടഡ് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്തു പേഷ്യൻറ്റ് മിഡ് നൈറ്റിൽ. അത് ഈ ഡോക്ടർ അബ്ദുൽ വഹാബിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമ്മറിൽ ചോദിച്ചിട്ടുണ്ട്. 23-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെ എത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. 25-ന് മരണം സംഭവിച്ചു. ബിന്ദുവിൻ്റെ മകളുടെ പരാതിയിൽ മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും പിഴവുകൾ ഇല്ലെന്നുമാണ് ആശുപത്രി ഉടമ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. എന്തായാലും അന്വേഷണം നടന്ന് അതിൽ എന്താണ് സംഭവിച്ചത് എന്ന സത്യം പുറത്തുവരണം. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഗാലാഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റമില്ല. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡാനിയിലേക്ക് വരാം. എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. കാർണിവൽ കമ്മിറ്റി ആഘോഷങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഇതും ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാർണിവൽ കമ്മിറ്റി തന്നെ ആഘോഷങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കലില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇത്തവണ പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഈ പപ്പാഞ്ഞി കത്തിക്കൽ എന്ന് പറയുന്ന പരിപാടി, അതോടൊപ്പമുള്ള ആഘോഷങ്ങൾ, ഇതെല്ലാം കൊച്ചി കാർണിവൽ കമ്മിറ്റി അത് ജില്ലാ ഭരണകൂടമായിട്ടെല്ലാം സഹകരിച്ച് നടത്തുന്നതാണ്. അവരുടേതായ ആഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു സാഹചര്യം, കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ ഒരു ദുഃഖാചരണത്തെ തുടർന്ന് ആണ് ഇതെല്ലാം തന്നെ ആഘോഷ പരിപാടികളെല്ലാം കാർണിവൽ അടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരുന്ന ഒരു കൂറ്റൻ പപ്പാഞ്ഞിയുണ്ട്, അതിൻ്റെ മാതൃകയുണ്ട്. അത് അവിടെ ഉയർത്തും. അത് എരിക്കലില്ല, അത് കത്തിക്കുന്നില്ല. അത് ഒരു മാതൃക എന്ന രീതിയിൽ തന്നെ അവിടെ അത് ഉയർത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 90% പൂർത്തിയായി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതവിടെ പ്രതീകാത്മകമായി അവിടെ ഉയർത്തും. പക്ഷേ മറ്റ് ആഘോഷ പരിപാടികളോ ഒന്നും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികളൊന്നും ബീച്ചിനോട് അടുത്ത് നിൽക്കുന്ന പരേഡ് ഗ്രൗണ്ട് അവിടെ നടത്തുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാർണിവൽ റാലി പുതുവത്സര ദിനത്തിൽ നടത്തുന്ന വളരെ വിപുലമായ രീതിയിലുള്ള നിരവധി നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന ഫോർട്ട് കൊച്ചിയുടെ ഒരു കാഴ്ചയാണത് ഈ നവോത്സവ ദിനത്തിലെല്ലാം തന്നെ. അപ്പോൾ അത് ആ ദിവസത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദിവസത്തേക്ക് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ആ ആഴ്ചയിൽ തന്നെ മറ്റേ ഈ ദുഃഖാചരണത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ദിവസം അത് നടത്താനാണ് അവരുടെ തീരുമാനം. അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അനുമതിയും ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും. അതിന് അനുമതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. കാരണം ടാബ്ലോ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പണച്ചിലവും കാര്യങ്ങളും വരികയാണ്. നിരവധി ക്ലബ്ബുകളും മറ്റ് സംഘടനകളും എല്ലാം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അപ്പോൾ അത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ദുഃഖാചരണത്തിൻ്റെ പരിധി കഴിയുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടത്താൻ, അങ്ങനെ ഒരു കാർണിവൽ റാലി നടത്തുക എന്നതാണ് ഈ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അനുമതി നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ആഘോഷ പരിപാടികളെല്ലാം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പരേഡ് ഗ്രൗണ്ടിൽ വലിയ രീതിയിലുള്ള DJ പാർട്ടിയും ആഘോഷങ്ങളും എല്ലാം തന്നെ
തുടർന്നു വരുന്നത്. അതിനൊടുവിലാണ് ഈ പപ്പാഞ്ഞി ഇരിക്കുക എന്ന കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെ വെളി ഗ്രൗണ്ടുണ്ട്. വെളി ഗ്രൗണ്ടിൽ നടത്തുന്ന ഗാലഡി കൊച്ചി എന്ന് പറയുന്ന സംഘടന നടത്തുന്ന പരിപാടികളുണ്ട്. അത് നമുക്കറിയാം, നേരത്തെ വലിയ രീതിയിൽ വിവാദമായതാണ്. കാരണം അവിടെ ഒരു പപ്പാഞ്ഞി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കത്തിക്കാൻ അനുമതി ആദ്യം പോലീസ് നൽകിയിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടിടങ്ങളിലും ഇതേപോലുള്ള ഈ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് പര്യാപ്തമായൊരു സംവിധാനം പോലീസിന് ഇല്ല. കൂടുതൽ പോലീസ്, നിരീക്ഷണ ക്യാമറകൾ ഇതെല്ലാം വേണമെന്ന് കോടതിക്ക് മുൻപാകെ പറഞ്ഞിരുന്നു. പിന്നീട് കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ, കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇതെല്ലാം തന്നെ ഒരുക്കി മാത്രം അത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്ക് സ്വാഭാവികമായും അവിടെ മാത്രമേ ഇത്തവണ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന രീതിയിലുള്ള ഫോർട്ട് കൊച്ചിയിൽ കാണപ്പെടുന്ന അങ്ങനെ ഒരു ആഘോഷപരമായ പുതുവത്സരത്തെ എതിരേൽക്കുകയും പോയ വർഷത്തെ യാത്രയക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടിലുള്ള പരിപാടി ഉണ്ടാകുക അതവിടെ മാത്രമായിരിക്കും. സ്വാഭാവികമായും അവിടേക്കായിരിക്കും ഇത്തവണ പൂർണ്ണമായും ഇവിടെ വരുന്ന കാണികളെല്ലാം ആഘോഷത്തിനായി എത്തുക എന്നതാണ്. അപ്പോൾ പോലീസിന് ഏതായാലും അവിടെയും കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ക്യാമറകളും ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ ഫോർട്ട് കൊച്ചിയുടെ സുരക്ഷിതമായ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറിയിട്ട് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലേക്ക് വരിക എന്നതാണ്. അവിടെയാണ് ഇത്തവണ ആഘോഷങ്ങൾ ഉണ്ടായിരിക്കുക. എന്തായാലും ആ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കുകയാണ്. വരും ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള യോഗമുണ്ട്. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും. വലിയ ഗതാഗത സംവിധാനങ്ങൾ, നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കും. ഏതായാലും ഇത്തവണ 2 പപ്പാഞ്ഞി ഫോർട്ട് കൊച്ചിയിൽ കത്തും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒന്നായി മാറുകയാണ്. മറ്റിടത്ത് പപ്പാഞ്ഞിയെ ഉയർത്തുമെങ്കിലും അത് കത്തിക്കുകയുണ്ടാവില്ല. അശ്വതി. ശരി ഡാനി, മറ്റൊരു വാർത്ത കൂടി. 4 വൈദികർക്കെതിരായ നടപടിയോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തമ്മിലുള്ള തർക്കം രൂക്ഷമാണല്ലോ. വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിൽ വിമതപക്ഷം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, കഴിഞ്ഞ കുറച്ച് നാളുകളായി സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ചും ഔദ്യോഗിക പക്ഷവും വിമതപക്ഷവുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അത് പരസ്പരം പോരുവിളിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കർശനമായ ഒരു നടപടിയിലേക്ക് ഔദ്യോഗിക വിഭാഗം കടന്നിരിക്കുന്നു എന്നതാണ്. അതിന് ഒരു കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് ജനുവരി 6-ന് സിനഡ് ചേരുകയാണ്. അപ്പോൾ സിനഡിന് മുൻപായിട്ട് തന്നെയും ഈ ഏകീകൃത കുർബാന അടക്കമുള്ള കാര്യങ്ങളിൽ അത് എത്രത്തോളം എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഏകീകൃത കുർബാന അടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും തന്നെ വിസമ്മതം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് നടപ്പാക്കാതിരിക്കുക, അങ്ങനെ പ്രതിഷേധ പരിപാടികൾ ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഈ കാലങ്ങളിൽ അത്രയും ഈ വിമതപക്ഷത്തുള്ള വൈദികരടക്കം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം സഭാ സിനഡിൽ അതോടൊപ്പം തന്നെ അതിരൂപത നേതൃത്വം തന്നെ എടുത്ത ഈ ചാൻസലർമാരടക്കമുള്ള അഡ്മിനിസ്ട്രേറ്റർമാരടക്കമുള്ള നിയമനങ്ങൾ ഉണ്ടായിരുന്നു. അത് വികാരിമാർക്ക്, അതായത് ആ ഇടവകയിലെ വികാരിമാർക്ക് മുകളിലുള്ള ആളുകളെ അവിടെ നിയമിക്കുകയായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് കടന്നുകയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും പ്രതിഷേധങ്ങൾ വന്നിരുന്നു. പലയിടത്തും ഈ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചുമതല ഏറ്റെടുക്കാൻ 4 ഇടവകളിൽ കഴിഞ്ഞിരുന്നില്ല. അവിടങ്ങളിലുണ്ടായിരുന്ന വികാരിമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. അവരെ വൈദിക വൃത്തിയിൽ നിന്ന് അടക്കം വിലക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിനെയും അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ വിമതപക്ഷം പറയുന്നത്. കാരണം ഇതൊരു കടന്നുകയറ്റമാണ്. പൗരസ്ത്യ കാനോനിക നിയമം 284 വകുപ്പ് പ്രകാരം ഇത് ഒരു സ്ഥലത്ത് വികാരി അതിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതല്ലാതെ അവിടെ നിന്ന് ആളെ നീക്കം ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ ഇടവകകളിലെ എല്ലാ വികാരിമാരും സഭാ കോടതികൾക്ക് പുറത്ത് ഇവിടെയുള്ള സിവിൽ കോടതികളിൽ ഈ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. തൽസ്ഥിതി തുടരുക എന്നതാണ് കോടതി നടപടികൾ നടക്കുമ്പോഴുള്ള കീഴ്വഴക്കമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് സിവിൽ കോടതിയുടെയും മുകളിലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർമാർ നൽകുന്ന ഉത്തരവുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ പോകുന്നു.
തീർച്ചയായും ഇതൊരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവർ പറയുന്നത്, വിമതപക്ഷം പറയുന്നത്, ഈ 6-ാം തീയതി തുടങ്ങുന്ന സിനഡിന് മുൻപായിട്ട് നടത്തുന്ന തിരക്കിട്ട നടപടികളാണ് ഇതെന്നതാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇത്രയും കാലം ഉണ്ടായതുപോലെയല്ല, ഔദ്യോഗികപക്ഷം നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. വൈദിക വൃത്തിയിൽ നിന്നടക്കം വിലക്കുന്ന നടപടികളിലേക്ക് പോകുമ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്. അത് ഏത് രീതിയിൽ ഇനി പള്ളികളിൽ പ്രതിഫലിക്കും, വിശ്വാസികൾ അത് ഏത് രീതിയിലാണ് അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നതെല്ലാം തന്നെയാണ് ഇനി അറിയേണ്ടത്. അശ്വിനി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രാവിലെ തുടരുകയാണ്. KSRTCക്ക് റെക്കോർഡ് ലാഭം. കഴിഞ്ഞ തിങ്കളാഴ്ച 54 ലക്ഷം രൂപയാണ് പ്രവർത്തന ലാഭം നേടിയത്. ഈ മാസം 24 വരെ 18 കോടി രൂപയുടെ ലാഭം KSRTC നേടി. അവധി ദിവസങ്ങൾ, മണ്ഡലകാലം എന്നിവ KSRTCക്ക് അനുകൂലമായി. ചെറിയ കാര്യമല്ല KSRTCയിൽ സംഭവിച്ചിരിക്കുന്നത്. കുറച്ചു ദിവസത്തെ കളക്ഷനാണെങ്കിലും ആനവണ്ടി ലാഭത്തിലേക്ക് ഓടിക്കയറുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ മാത്രം കണക്ക് പരിശോധിച്ചാൽ 10.12 കോടി രൂപ ആകെ വരുമാനം നേടി. ഇതിൽ ഡീസൽ, ശമ്പളം, ലോൺ തിരിച്ചടവും മറ്റുമായി 9.58 കോടി രൂപ ചെലവഴിച്ചു. ബാക്കി 54.12 ലക്ഷം രൂപ ലാഭം നേടി. കഴിഞ്ഞ വർഷം ഇതേ തിങ്കളാഴ്ച 61 ലക്ഷം രൂപയായിരുന്നു നഷ്ടം. ഡിസംബർ 24 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ പ്രവർത്തന ലാഭം 18.74 കോടി രൂപ, 10.9% വർധനവ്. 81 ഡിപ്പോകൾ ലാഭം നേടി. ഇതിൽ തന്നെ 15 നഷ്ടത്തിൽ നിന്ന് ഈ മാസം ലാഭം നേടിയ ഡിപ്പോകളാണ്. മേഖല തിരിച്ചാൽ സെൻട്രൽ സോണാണ് മികച്ച നേട്ടമുണ്ടാക്കിയത്, 8.59 കോടി രൂപ. സൗത്ത് സോൺ 7.11 കോടി രൂപയും നോർത്ത് സോൺ 3.04 കോടി രൂപയും ലാഭം നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ശബരിമല സീസൺ, ക്രിസ്മസ് അവധി ദിവസങ്ങൾ എന്നിവയാണ് KSRTCയെ തുണച്ചത്. സീസൺ കഴിഞ്ഞിട്ടും KSRTCക്ക് ഈ ലാഭം നിലനിർത്താൻ കഴിഞ്ഞാൽ അതൊരു വൻ നേട്ടമായി മാറും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തെക്കൻ കൊറിയയിൽ വിമാന ദുരന്തം. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം. 28 പേർ മരിച്ചു. ലാൻഡിങ്ങിനിടെ വിമാനം തെന്നിമാറി തകരുകയായിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും S. സാരംഗ് ചേരും. അതിനു മുമ്പ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 28 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി S. സാരംഗ് ചേരുന്നു. സാരംഗ്, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, ഉത്തര കൊറിയയിൽ ജോജു എയർലൈൻസ് ആണ് തകർന്നു വീണത്. അത് ലാൻഡിംഗ് ഗിയറിൽ തകരാറ് കാരണം എയർലൈൻസ് ലാൻഡിങ്ങിനിടെ ബെല്ലി ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. എയർലൈൻസിലെ റൺവേയിലെ മതിലിടിച്ചായിരുന്നു തകർന്നത്. യാത്രക്കാർ 181 പേര്, 5 ക്രൂ മെമ്പർ അടക്കം 181 പേര് വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ 2 പേർ രക്ഷപ്പെട്ടതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം വരുന്നത്. റയൻ എയർലൈൻസിൽ നിന്നും 2017 ജോജു എയർലൈൻസ് വാങ്ങിയിട്ടുള്ള ബോയിങ് 737 ആണ് അപകടത്തിൽപ്പെട്ടത്. ബെല്ലി ലാൻഡിങ്ങിനിടെയാണ് അപകടം നടന്നത്. 181 പേരിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നിട്ടുള്ളത്. കസാഖിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസ് തകർന്നു വീണ് ദിവസങ്ങൾ കഴിഞ്ഞതിനിടെയാണ് ഉത്തര കൊറിയയിൽ വീണ്ടും ഒരു അപകടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അശ്വതി. ശരി സാരംഗ്, എന്തായാലും ദക്ഷിണ കൊറിയയിൽ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു. 28 യാത്രക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് മുവാൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ ആണ് ഈ അപകടം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലാൻഡ് ചെയ്യുന്നതിനിടെ ചുറ്റുമതിലേക്ക് ഇടിച്ചു കയറുന്ന വിമാനം. 175 യാത്രക്കാരടക്കം 181 പേരാണ് തായ്ലാന്റിൽ നിന്നും എത്തിയ ജെജു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ആണ് ഈ അപകടം ഉണ്ടായത്. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം ചുറ്റുമതിലേക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്.
അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്ന പ്രാഥമിക നിഗമനങ്ങൾ വരുന്നുണ്ട്. അതിൽ കൃത്യത വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെയാണ് അവിടെ വിമാനം തകർന്നു വീണത്. 2 പേരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിമാനത്തിലെ തീ അണച്ചതായും അഗ്നിശമന സേന അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വളരെ വേഗത്തിൽ നോക്കാം. ഇന്നിത് സംഭവിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയും. ഉച്ചയോടെ കൊച്ചിയിലെത്തിയ ശേഷം വൈകുന്നേരം അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഔദ്യോഗിക പദയാത്രകൾ ഇന്ന് വൈകിട്ട് ശിവഗിരിയിൽ സംഗമിക്കും. വിവിധ പദയാത്രകളിലായി ആയിരങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേരും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. കാസർഗോഡ് പയസ്വിനി പുഴയിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ ഖബറടക്കം ഇന്ന് നടക്കും. റിയാസ്, യാസീൻ, സമദ് എന്നീ കുട്ടികളാണ് ഇന്നലെ കുളിക്കാനിറങ്ങവെ അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 പേരുടെയും സംസ്കാരം ഇന്ന് എരഞ്ഞിപ്പുഴ നൂറുൽ ഹുദ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. MTയുടെ ചിതാഭസ്മം ഇന്ന് തിരുനാവായിയിൽ നിമജ്ജനം ചെയ്യുന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിയിലെ നിള നദിയിൽ ചിതാഭസ്മം ഒഴുക്കുന്നു. രാവിലെ കുടുംബം തിരുനാവായിലെത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് ചിതാഭസ്മം നിളയിൽ ഒഴുക്കും. നീലക്കുയിൽ സിനിമ നാടകമായി ഇന്ന് സ്റ്റേജിലെത്തും. പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത് 1954 പുറത്തിറങ്ങിയ സിനിമയാണ് നീലക്കുയിൽ. ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നാടകത്തിന്റെ ആദ്യ പ്രദർശനം. സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കേരളം ഇന്ന് മണിപ്പൂരിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ബംഗാൾ സർവീസസിനെ നേരിടും. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് തുടരെ 2ാം ജയം തേടി. ജംഷഡ്പൂരിൽ ഇന്ന് രാത്രി 7:30 മത്സരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയും. പിണറായി വിജയൻ സർക്കാരുമായി തുടർച്ചയായി ഉണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ഔദ്യോഗിക യാത്രയപ്പിന് പോലും അവസരം ലഭിക്കാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. ഉച്ചയോടെ കൊച്ചിയിലെത്തിയ ശേഷം വൈകുന്നേരമാകും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടുക. 2-ാം തീയതി ബീഹാർ ഗവർണറായി അദ്ദേഹം ചുമതലയേൽക്കും. ഊർജം മുതൽ വ്യോമയാനം വരെ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് 2019 സെപ്റ്റംബർ 6 സംസ്ഥാനത്തിൻ്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവവുമായി 1ാം പിണറായി സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ അത് സമാനതകളില്ലാത്ത നേർക്കുനേർ ഏറ്റുമുട്ടലായി. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിൽ നിർത്തി തുടർച്ചയായ പ്രസ്താവനകൾ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, SFIയുമായി തെരുവിൽ ഏറ്റുമുട്ടിയ നാടകീയ സംഭവങ്ങൾ,
ഏറ്റവും ഒടുവിൽ ഇടത് സംഘടനകളുടെ ഗവർണർ ഗോബാക്ക് വിളികൾക്ക് നടുവിൽ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാർ ഉദ്ഘാടനം. പിന്നാലെ നീരസം വ്യക്തമാക്കി രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിൻ്റെ ചൂടാറും മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ബീഹാർ ഗവർണറായുള്ള മാറ്റം. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി സംസ്ഥാനത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബുധനാഴ്ച തലസ്ഥാനത്തെത്തും. 2-ാം തീയതിയാണ് രാജ്ഭവനിൽ അദ്ദേഹം ചുമതലയേൽക്കുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന ഇടത് സർക്കാരിൻ്റെ ആരോപണങ്ങൾക്കിടയിലാണ് ആകാംക്ഷ ഉണർത്തി രാജേന്ദ്ര അർലേക്കറുടെ കടന്നുവരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. നമുക്ക് മുൻപരിചയമില്ലാത്ത പല കാര്യങ്ങളും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നമ്മൾ കണ്ടു. ഇനി അർലേക്കർ എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP പോര് കനക്കുകയാണ്. സംസ്കാരം നടന്നിടത്ത് സ്മാരകം പണിയാൻ കഴിയാത്തതിന് പിന്നിൽ BJP ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ UPA സർക്കാരിന്റെ കാലത്തെ തീരുമാനമാണ് കാരണമെന്നാണ് BJPയുടെ മറുപടി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സംസ്കാരം നടക്കുന്നിടത്ത് സ്മാരകം വേണമെന്നായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മൃതദേഹം യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നും സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയിക്കുമെന്നും കേന്ദ്രം മറുപടി നൽകി. ഇതോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് BJPയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ ആരോപിച്ചു. പഞ്ചാബിന്റെ പുത്രന് ഉചിതമായ സ്മാരകം പണിയണമെന്നും ബാജ്വ ആവശ്യപ്പെട്ടു. സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിപ്പിക്കുന്നുവെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദൽ പറഞ്ഞിരുന്നു. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ അപമാനിച്ചുവെന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം. പിന്നാലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രം തന്നെ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്നും സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്നായിരുന്നു UPA സർക്കാർ നിലപാടെന്നും കേന്ദ്രം തിരിച്ചടിച്ചു. സ്മാരകത്തിനായി സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രം വിശദമാക്കി. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം അനുവദിച്ചത് ആ ഉത്തരവ് മറികടന്നല്ലേ എന്നും കോൺഗ്രസ് മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതേ വികാരം മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാനുള്ള കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു. 2018 പ്രളയകാലത്ത് തടസ്സപ്പെട്ട പദ്ധതി പിന്നീട് റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനർനിർമ്മിക്കുന്നത്. റെഗുലേറ്ററിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. മുകൾ ഭാഗത്തേക്ക് 260 മീറ്റർ ദൂരം വരുന്ന സംരക്ഷണ ഭിത്തിയുടെ 60 മീറ്റർ പൂർത്തിയായി. താഴ്ഭാഗത്ത് 51 മീറ്റർ ദൂരത്തിലാണ് ഭിത്തിയൊരുക്കുക. ഇതിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ തൂണുകളുടെ ഉയരം കൂട്ടുന്ന പ്രവൃത്തിയും തുടങ്ങും. ഷട്ടർ ഘടിപ്പിക്കൽ, മോട്ടോർ, നടപ്പാത, വാഷ്റൂം ഉൾപ്പെടെയുള്ള ജോലികൾ വൈകുകയാണ്. റെഗുലേറ്ററിന് മുകളിൽ 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. മാർച്ചിൽ റെഗുലേറ്റർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുന്നു. ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാണ് CPMന്റെ ആവശ്യം. 9 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ, ഏറ്റവും പുതിയ വിവരങ്ങൾ ഏത് രീതിയിലാണ്? CPM ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ നില എന്താണ്? വിവരങ്ങൾ. അശ്വതി, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് കോൺഗ്രസിൻ്റെ ട്രഷററായിരുന്ന വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചു. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വയനാട്ടിലെത്തിക്കുകയും സംസ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ തന്നെ ഈ സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന വിവാദം നേരത്തെ ഉയർന്നിരുന്നു. ഈ വിവാദത്തെ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ജീവനൊടുക്കാൻ വിജയനെ പ്രേരിപ്പിച്ചതെന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച വിവാദങ്ങൾ ഒരു കാലത്ത് കത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ
2019 കാലത്ത് സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ കൺവീനർ വിജയനായിരുന്നു. ഇക്കാലത്ത് ഈ ബാങ്കിൽ ചില നിയമനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില തസ്തികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം ചില അപേക്ഷാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരുന്നത്. 30 ലക്ഷം രൂപ മുതൽ താഴേക്ക് പലതരത്തിലുള്ള തുകകളും ഈ ക്ലർക്ക് തസ്തിക, പിയൂൺ തസ്തിക അങ്ങനെയുള്ള പല തസ്തികകളിലേക്കും പണം നൽകിയിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഈ പണമൊക്കെ വാങ്ങി ഈ നിയമനങ്ങൾ നടത്താൻ ആലോചിക്കുന്നതിനിടയ്ക്ക് ഭരണസമിതിയിൽ കോൺഗ്രസിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുകയും മറ്റൊരു ഭരണസമിതി ഭരണത്തിൽ കയറുകയും ചെയ്തു. ഇതേ തുടർന്ന് കോൺഗ്രസിന് ബാങ്കിൽ നിയമനങ്ങൾ നടത്തുന്നതിനോ തസ്തികകൾ നടത്തുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പണം മടക്കി ചോദിച്ച് ഉദ്യോഗാർത്ഥികൾ ഈ വിജയൻ അടക്കമുള്ളവരെ ചോദിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറച്ച് പേർക്ക് വിജയൻ നേരിട്ട് പണം നൽകിയെന്ന ചില വിവരങ്ങളുമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ പണം ചോദിച്ച് എത്തിയതോടുകൂടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇദ്ദേഹം വീണിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം പലവട്ടം കോൺഗ്രസിൻ്റെ ജില്ലാ ഘടകമടക്കം പരിശോധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കത്ത് അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർക്ക് അറിയാം അവരുടെ ഒരു ഉറപ്പിന്മേലാണ് ഈ പണം കൈപ്പറ്റുന്നത്. പാർട്ടിയുടെ അടക്കം അറിവിന്മേലാണ് ഈ പണം കൈപ്പറ്റുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കരാറാണ്. അതായത് ഈ ജോലിക്കായി പണം നൽകിയ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു വനിതയാണ്, അവരുടെ പിതാവും ഈ വിജയനും തമ്മിൽ ഏർപ്പെട്ടിരുന്ന ഒരു കരാർ. അതിലാണ് IC ബാലകൃഷ്ണൻ്റെ പേരും പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു കരാറിനെ കുറിച്ച് തനിക്കൊരു കാര്യവും അറിവില്ല, അല്ലെങ്കിൽ തൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിയ ഒരു കരാർ തയ്യാറാക്കുമ്പോൾ അത് താൻ കൂടി അറിഞ്ഞിരിക്കേണ്ട എന്ന ചോദ്യമാണ് IC ബാലകൃഷ്ണൻ MLA പറയുന്നതിന്. തനിക്കെതിരെ കുറച്ച് ആളുകൾ ഏറെ നാളായി നിലനിൽക്കുന്നു എന്ന കാര്യം തനിക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കത്ത് സംബന്ധിച്ചും തനിക്കെതിരായി ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ചും പരാതി നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ മറുവശത്ത് CPM ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ ഇതിനെ ഏറ്റെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ ഇതിൽ വിശദമായ അന്വേഷണം, ഈ വിജയൻ്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് പുതിയ CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഈ ആരോപണങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന വിവരവും പുറത്തു വരുന്നു. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു ആരോപണമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. 2019 നടന്ന സംഭവത്തിന് ശേഷം അക്കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയരുകയും പാർട്ടി തലത്തിലടക്കം അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൂടിവെക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ വിജയൻ്റെയും മകൻ്റെയും മരണം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മാധ്യമങ്ങളെ കാണും, പ്രതികരണം ഉണ്ടാവും എന്നൊക്കെ അറിയിച്ചെങ്കിലും അദ്ദേഹം കാര്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കുമെന്ന സൂചനയാണ് ഇന്നലെ അദ്ദേഹം നൽകിയതും. എന്തായാലും വലിയൊരു രാഷ്ട്രീയ ആരോപണമായി, വലിയ രാഷ്ട്രീയ വിവാദമായി വയനാട്ടിൽ ഈ വിഷയം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ആശ എന്ന യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ലഭ്യമായ ഫോറൻസിക് പരിശോധനാ ഫലം പോലും ആരോഗ്യവകുപ്പ് ബോധപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ആരോപണ വിധേയരായ ഡോക്ടർമാരെ രക്ഷിക്കാൻ സംഘടിത നീക്കം ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നതായി ആശയുടെ ഭർതൃപിതാവ് ശശി ന്യൂസ് 18നോട് പറഞ്ഞു. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ ഫാർമസിസ്റ്റായ ആശ മരിക്കുന്നത് കഴിഞ്ഞ ജനുവരി 19-നാണ്. അനസ്തേഷ്യയിലെ പിഴവ് മൂലമുണ്ടായ ഹൃദയ സംബന്ധമായ തകരാറാണ് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് അന്ന് കേസെടുത്തു. വർഷം 1 ആകുമ്പോൾ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടക്കാൻ പോലീസിനായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ആശയുടെ കുടുംബത്തിന് റിപ്പോർട്ട് ലഭ്യമായെന്ന വിവരം ലഭിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും കളക്ടറുടെ വീട്ടിൽ ഇരിക്കുക. അന്ന് സാമുൽ സാർ അങ്ങോട്ടായിരുന്നു തോന്നുന്നു കളക്ടർ. നല്ല മനുഷ്യൻ. അദ്ദേഹം ഇരുന്നപ്പോൾ എൻ്റെ ഫോണിലോട്ട് അമ്പലപ്പുഴയിൽ നിന്നും നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് വാ, ഞങ്ങളിവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണം. നിങ്ങൾ എന്തോ കളക്ടറോട് സംസാരിച്ചുകൊണ്ടിരുന്ന സാറിനെ പറഞ്ഞാൽ മതി. അപ്പോൾ 2 പ്രാവശ്യം ഫോൺ വന്നപ്പോൾ കളക്ടർ സാർ ചോദിച്ചു, ആരാ വിളിക്കും? ഞാൻ സാറ് SI വിളിക്കും, ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കും. ഇൻക്വസ്റ്റ് തയ്യാറാക്കുമോ?
നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരോട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാറൊക്കെ ഇനി ഫോൺ തരികയാണെങ്കിൽ എന്നോട് തരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ സാർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് തയ്യാറാക്കണ്ട, അവിടുത്തെ അവരുടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും എൻ്റെ സ്ഥലത്തുണ്ട്, ഞാൻ വന്നിട്ട് ഇവർ വന്നിട്ട് ഇൻവെസ്റ്റ് തയ്യാറാക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൽ ഇവരുടെ സാന്നിധ്യത്തിൽ ഇൻവെസ്റ്റ് നടത്തണമെന്ന് പുള്ളി ഒപ്പിട്ട പേപ്പറുകൾ ഞങ്ങളിലുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു. ആശ മരിക്കുമ്പോൾ ഇളയ കുഞ്ഞിന് 4-ഉം മൂത്ത കുട്ടിക്ക് 7 വയസ്സ് പ്രായം. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ദുഃഖം രേഖപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് സർക്കാർ ആ കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകേണ്ട നഷ്ടപരിഹാര തുക പോലും പണമില്ലെന്ന് പറഞ്ഞ് നൽകിയില്ല. ഈ ഫോറൻസിക്കിനകത്ത് ഉള്ളുകളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെച്ച് താമസിപ്പിക്കുന്നത് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് DMO ഓഫീസിൽ വന്നു. ആദ്യം അന്വേഷണം പറഞ്ഞ് DMO 45 നമ്മുടെ പഴയ DMO 45 ദിവസം ലീവാണെന്നും അതിന് പകരമുള്ള DMO ആയിട്ട് ഇരിക്കുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം ഫോറൻസിക് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ ആലപ്പുഴ DMO 2 മാസമായി ഒളിച്ചു കളിക്കുകയാണ്. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ ഒരു പ്രശ്നവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. നീതി കിട്ടി ആർക്ക് നീതി കിട്ടിയെന്ന് അറിയാവോ? എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അനസ്തേഷ്യ ചെയ്ത ഡോക്ടർക്കും ഓപ്പറേഷൻ ചെയ്ത കുട്ടപ്പൻ ഡോക്ടർ, അദ്ദേഹം ഇപ്പം പുന്നപ്പുറയിലെ സഹകരണ ആശുപത്രി ഗൈനക്കാട്ട് വർക്ക് ചെയ്യുക. നീതി കിട്ടിയില്ലേ? എന്ത് ചെയ്തവരെ? എന്ത് ചെയ്തു? എനിക്കതാ ചോദിക്കുന്നത്. ഇവരെ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് പറ. ആരോപണ വിധേയർ ഇവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രമോഷൻ ഇവിടെ നേരെ അങ്ങോട്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ മകൾ മരിച്ചു, ഞങ്ങളുടെ മകളെ കൊന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കോപ്പി വേണമല്ലോ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ചിലപ്പോൾ കോടതി മുഖാന്തരമായി നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് എൻ്റെ പറഞ്ഞത്. ആശയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ വേണം ഫോറൻസിക് പരിശോധനാ ഫലം വിലയിരുത്തേണ്ടതെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഈ സംഘത്തിൽ അദ്ദേഹത്തിനെ കാണുന്നില്ല, ദൈവത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേണം, അദ്ദേഹം സത്യസന്ധനാണ്, ആരുടെയും കൂടെ നിൽക്കുന്ന ആളല്ല. ചെയ്തത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി തരും നമുക്ക്, സത്യസന്ധത. അതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹത്തെ കൂടി ആ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉൾപ്പെടുത്തിയിട്ട് വേണം അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. അതായത് ഫോറൻസിക് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ സാന്നിധ്യം കൂടെ വേണമായിരുന്നു, പക്ഷെ അതില്ല. പഴവീട്ടിലെ വീട്ടിൽ അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും സംരക്ഷണയിൽ 2 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമായ ശേഷം മകൾക്ക് നീതിക്കായി കോടതിയെ സമീപിക്കാൻ 1 വർഷമായി കാത്തിരിക്കുന്ന അച്ഛനും അമ്മയുമുണ്ട്. നീതിക്കായി നിരന്തരം സർക്കാർ ഓഫീസുകളുടെ തിണ്ണനിരങ്ങി ഒടുവിൽ ജോലിക്കായി മടങ്ങിപ്പോയ ഭർത്താവുമുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ആരോഗ്യവകുപ്പും പോലീസും സർക്കാരും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ എത്ര പരാതികൾ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വന്നു? ആ പരാതി വരുന്ന സമയത്ത് ഒരു പ്രഹസനമായ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത്, അല്ലേ? അശ്വതി, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാഥമികമായി നമുക്കറിയാം, ഒരു കേസിൽ ഡോക്ടർമാർക്കെതിരെ അവരെ പ്രതി ചേർത്തുകൊണ്ട്, അവരുടെ പേര് പറഞ്ഞ് പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് FIR ഇടുന്നത് വളരെ വിചിത്രമാണ്. കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ FIR ഇടുമ്പോൾ പേര് ചേർക്കുക എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 1 മാസം തന്നെ 4ഓളം കേസുകൾ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വന്നു. ഇപ്പോൾ നമ്മൾ കണ്ട കുടുംബത്തിന്റെ ഒരു അവസ്ഥ അതീവ ദുഃഖകരമാണ്. അതായത് ആശ എന്ന ഫാർമസിസ്റ്റായ യുവതിയാണ്, 30-കാരിയായ യുവതിയാണ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയെ ആശ്രയിക്കുകയും ആ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ ഗുരുതരമായ ഹൃദയ തകരാറുണ്ടായി. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും പിറ്റേ ദിവസം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് വലിയ കോലാഹലവും പ്രതിഷേധവും ഉയർന്ന ഒരു സംഭവമാണ്. കാരണം കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ, വളരെ ലളിതമായ ഒരു ശസ്ത്രക്രിയക്കിടയിൽ ഒരാൾ മരണപ്പെടുക എന്നുള്ളത്. അങ്ങനെ അന്നും ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു ആ കുടുംബത്തിന് അന്വേഷണം നടത്തും, നീതി വാങ്ങിക്കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും
ആ സംഭവത്തിൽ പിന്നീട് സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ആ അച്ഛൻ ഇപ്പോൾ 2 മക്കളുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്. ആ മക്കൾ 2 പേരും വളരുന്നത് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും സംരക്ഷണയിലാണ്. അമ്മൂമ്മയ്ക്ക് നടക്കാൻ പോലും കഴിയാത്തൊരു സ്ത്രീയാണ്. അവരാണ് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അതായത് ആശ മരിക്കുമ്പോൾ ചെറിയ കുട്ടിക്ക് 4 വയസ്സും ഒപ്പം തന്നെ മൂത്ത മോൾക്ക് 7 വയസ്സുമാണ് ഉള്ളത്. 1 വർഷത്തോളം ആശയുടെ ഭർത്താവ് നാട്ടിൽ നിന്ന് ഈ ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും DM ഓഫീസും കയറിയിറങ്ങി പല ഘട്ടത്തിലും നമ്മൾ അവരെ കണ്ടു. അവർ പരാതിയുമായി നമ്മുടെ മുന്നിലേക്ക് വന്നു. പക്ഷെ ഇപ്പോ ആ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു പകർപ്പ് ഇത് അറിയേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കുടുംബമാണ്. ആ കുടുംബത്തിന് അവർ കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. DM ഓഫീസിൽ 2 മാസമായി അവർ കയറിയിറങ്ങുന്നു. DMO നൽകുന്ന മറുപടി എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ, ആ ഫോറൻസിക് റിപ്പോർട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഈ കുടുംബത്തിന് നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. അതായത് ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതിലെന്തെങ്കിലും പ്രശ്നം ഈ സർജറി ചെയ്ത ഡോക്ടർമാർക്കെതിരെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടി ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ DMOയുടെ ഭാഗത്ത് നിന്ന് ആരോഗ്യ വകുപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് എന്നുള്ള ഗുരുതര ആരോപണം ഈ അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ട അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇതുവരെ ആരോഗ്യ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചു ഈ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നുള്ള ഒരു അന്വേഷണം വകുപ്പിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ പണം നൽകി ഇവർക്ക് കിട്ടേണ്ട നഷ്ടപരിഹാര തുകയുണ്ട് ഈ സംഭവത്തിനകത്ത്. ആ 4 ലക്ഷം രൂപ അപേക്ഷ നൽകിയിട്ട് പണമില്ലെന്ന് പറഞ്ഞ ഫയൽ മടക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ അങ്ങേയറ്റം ഈ കേസ് എങ്ങും എത്താത്ത രീതിയിൽ ആ കുടുംബത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക്. ശരി ശരണി, എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ആ കുടുംബത്തിന്റെ വിഷമം അതിലേക്ക് കൂടുതലായി പോകേണ്ടതുണ്ട്. എന്ത് ചെയ്യാനാകും, എവിടെയാണ് പിഴവ് പറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം കുഴിവിള സ്വദേശികളായ മനു രേഷ്മ ദമ്പതികളുടെ മകൾ അലങ്കൃതയുടെ 1ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അല്ലി എന്നാണ് അലങ്കൃതയെ വിളിക്കുന്നത്. ഞങ്ങളുടെ വിഷ്വൽ എഡിറ്റിംഗ് വിഭാഗത്തിലെ സഹപ്രവർത്തകനായ വിഷ്ണുവിൻ്റെ ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ അല്ലിക്കുട്ടിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അജിത്തിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശികളായ അനിൽകുമാർ അജിത ദമ്പതികളുടെ മകനാണ്. അജിത്, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. ബിലേറ്റഡ് ആണ്, ബിലേറ്റഡ് വിഷസ് ആണെങ്കിലും ഒട്ടും മധുരം കുറയാതെ നല്ല ദിവസങ്ങളാകട്ടെ മുന്നോട്ട്. വയനാട് മാനന്തവാടി സ്വദേശികളായ സൈഫ് നിസ അൻസാർ ദമ്പതികളുടെ 4ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. സഹോദരിമാരാണ് ആശംസകൾ അറിയിക്കുന്നത്. എന്തായാലും സൈഫ് നിസയ്ക്കും അൻസാറിനും ഹാപ്പി ആനിവേഴ്സറി. അറുപതാം പിറന്നാൾ ആഘോഷിച്ച തൃശൂർ മൂന്നുമുറി സ്വദേശിനിയായ ഇന്ദിരയ്ക്ക് ആശംസകൾ നേരുകയാണ് മക്കളും പേരക്കുട്ടികളും. അപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 വകയും നേരുകയാണ്. പെരുമ്പാവൂർ സ്വദേശി രാമചന്ദ്രന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. രാമചന്ദ്രൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ല ദിവസങ്ങളാകട്ടെ മുന്നോട്ട്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇരുപതാം വിവാഹ വാർഷികം ആഘോഷിച്ച ടോജി ഷിജി ദമ്പതികൾക്ക് ആശംസകൾ നേരുകയാണ്. ചെന്നൈയിൽ നിന്ന് മക്കളായ ഓസ്റ്റീന, എലൈന 3 മക്കളാണ്. അവരുടെ ആശംസകളൊപ്പം 20 വർഷമായി അങ്ങനെ തന്നെ ഗംഭീരമായി മുന്നോട്ട് പോകാനാകട്ടെ 2 പേർക്കും. ടോജി ആൻഡ് ഷിജി, ഹാപ്പി ആനിവേഴ്സറി. അടൂർ തെങ്ങമത്തെ അരുണിന്റെയും അഞ്ജുവിന്റെയും മകൾ തനിഷ്കയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ തനിഷ്കയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ മോളു.
കൊല്ലം മൈലക്കാട് സ്വദേശികളായ സുനിൽ ഷൈനി ദമ്പതികളുടെ 20ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ സുനിലിനും ഷൈനിക്കും ഹാപ്പി ആനിവേഴ്സറി. നല്ല സന്തോഷമായി മുന്നോട്ട് പോകാനാകട്ടെ രണ്ടുപേർക്ക്. കാസർഗോഡ് സ്വദേശിനിയും ജേർണലിസം വിദ്യാർത്ഥിയുമായ ജിഷ്ണയുടെ പിറന്നാളാണിന്ന്. ഇപ്പോൾ ജിഷ്ണ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഞങ്ങളുടെ ന്യൂസ് 18 കേരളത്തിലുണ്ട്. അപ്പോൾ ജിഷ്ണ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു ജിഷ്ണ. സുരേഷ് സുസ്മിത ദമ്പതികളുടെ മകൾ ശരത് വിയുടെ 5ാം പിറന്നാളാണ് ഇന്ന്. നല്ല വെറൈറ്റി പേരാണ് ശരത് വി. ശരത് വി മോൾക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ ടു യു മോൾ. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ഇടുക്കി പീച്ചാട് പ്ലാമല റോഡിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. കാലങ്ങളായി തകർന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. പീച്ചാട് പ്ലാമല റോഡ് നിറയെ കുണ്ടും കുഴിയുമാണ്. ഉൾഗ്രാമമായതിനാൽ വലിയ യാത്രാ ദുരിതമാണ് നാട്ടുകാർ നേരിടുന്നത്. വർഷങ്ങളായി റോഡ് തകർന്നിട്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിൽ എത്താനാകുന്ന പാത കൂടിയാണിത്. നാട്ടുകാർ പലവട്ടം പരാതി നൽകി, ഫലമുണ്ടായില്ല. ദൈനംദിനം കുഴികൾ വലുതാകുകയും യാത്രാക്ലേശം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ആനക്കുളം തുടങ്ങിയുള്ള ടൂറിസം മേഖലയിലേക്കും കോട്ടപ്പാറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ മേഖലയിൽ എത്രയും വേഗം സാധാരണക്കാരായ ആളുകൾക്കും ഒരു ആശുപത്രി തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണ ജോലികൾ നടത്തി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് യാത്ര സുഗമമായി പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തകർന്ന റോഡിൽ അപകടം പതിവായി. മാങ്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ജാതിമതങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്ന കാലത്ത് മാനവ സൗഹാർദ്ദത്തിന് എന്നും മാതൃകയാണ് നാം കേരളീയർ. ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത് കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിലാണ്. ശബരിമല മണ്ഡലകാലത്ത് മാതൃകയാണ് കായംകുളം പുല്ലുകുളങ്ങരയിലെ ജനങ്ങൾ. ശബരിമല അയ്യനുള്ള ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് മുസ്ലിം ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ സ്വീകരണം നൽകിയാണ് മാതൃകയായത്. കായംകുളം പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമിതി മുഴങ്ങടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും വർഷം തോറും നടത്തിവരാറുള്ള ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്കാണ് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത്. പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കർപ്പൂര ദീപത്തിന്റെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അയ്യപ്പരഥത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഇരുമുടിക്കെട്ട് ഘോഷയാത്ര മസ്ജിദിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു സ്വീകരണം. ഏറെ നേരം പള്ളിമുറ്റത്ത് തങ്ങിയ ഘോഷയാത്രാ സംഘം ഇവിടെ നിന്നും 1/4 നൂറ്റാണ്ടിലേറെ കാലമായി നടത്തിവരുന്ന ചടങ്ങിന് പള്ളിയിൽ നിന്നും നൽകിയ സ്വീകരണം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. ഘോഷയാത്രയ്ക്ക് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ഗോപകുമാർ, സെക്രട്ടറി രാജ്മോഹൻ, വൈസ് പ്രസിഡന്റ് ഷിബു എന്നിവർ നേതൃത്വം നൽകി. പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് ഇമാം നവാസ് ബഖവി, സെക്രട്ടറി ഇ സവാദ് എന്നിവർ അയ്യപ്പന്മാരെ സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകി. ന്യൂസ് 18 കായംകുളം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം കൃഷ്ണപുരം KTDCയുടെ ബിരിയാണി ഫെസ്റ്റിന് തുടക്കമായി. ഈ മാസം 31 വരെയാണ് ഫെസ്റ്റ്. സംസ്ഥാന തലത്തിൽ KTDCയുടെ ആഹാർ റെസ്റ്റോറന്റുകളിലാണ് രുചിമേളം ഒരുക്കിയിട്ടുള്ളത്. കായംകുളം ആഹാർ റെസ്റ്റോറന്റിൽ ഓണാട്ടുകര ബിരിയാണി ഫെസ്റ്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചിക്കൻ, ബീഫ്, മുട്ട, മട്ടൻ എന്നിവയ്ക്കൊപ്പം ചെട്ടിനാട്, ചെമ്മീൻ, സോയ, പനീർ വിഭവങ്ങൾ കൊണ്ടുള്ള ബിരിയാണിയും ഫെസ്റ്റിലുണ്ട്. പരിചിതരായ പാചക വിദഗ്ധർ തനത് ശൈലിയിലാണ് മൺകലത്തിൽ ബിരിയാണികൾ തയ്യാറാക്കുന്നത്. M ആശ, S ബിനു എന്നിവരാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ബിരിയാണി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ബിനു അശോകൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സനിൽ സബാത്ത്, KTDC യൂണിറ്റ് ഓഫീസർ അജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 24 മുതൽ 31 വരെ 12 മണി മുതൽ 3 മണി വരെ ബിരിയാണി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരെയും നമ്മൾ ബിരിയാണി മേളയിലേക്ക് KTDCയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. ബീഫ്, എഗ്ഗ്, ചിക്കൻ, മട്ടൻ, പിന്നെ കൊഞ്ച്, കാട, അങ്ങനെ ഞണ്ട്, പിന്നെ പനീർ, അങ്ങനെ
വെറൈറ്റി ഐറ്റംസ് ബിരിയാണികളാണ് നടക്കുന്നത്. ന്യൂ ഇയർ വരെ നമ്മളിവിടെ ബിരിയാണി ഫസ്റ്റ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ന്യൂസ് 18 കായംകുളം. ഞായറാഴ്ചയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം.